ശങ്കു ട്രിപ്പ് നടക്കുമെന്ന് തോന്നലടാ. അവൾ ആന്റിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചാണ്. വല്ല ഇൻഫാർഷൻ അയക്കൂ ഇനി. ആർക്കറിയാം. ഹലോ. ആ നീ റെഡിയായാ? അല്ല നിങ്ങൾ എന്താ റെഡി ആവുന്നില്ലേ? നമുക്ക് പോണ്ടേ? പോണം. അപ്പൊ ഗൗരി ആന്റി എന്തായി? എടാ അവളുടെ ആന്റിക്ക് ഗ്യാസ് കയറിയതായിരുന്നു. അവര് വെറുതെ സംസാരിച്ച് ഓവർ ആക്കിയതാ. പിന്നെ രാത്രി ആയതുകൊണ്ട് നിങ്ങൾ അറിയിക്കാൻ ഞാൻ. അല്ല സംസാരിച്ചൊക്കെ സമയമില്ല. റെഡി വാടാ പോവാ. ഇതെന്താ ചേട്ടാ? എന്തുറ്റി? ഒന്നുമില്ല മോളെ, ഇന്നലത്തെ പാർട്ടി കഴിഞ്ഞ് കംപ്ലീറ്റ് ഓഫ് ആയി കിടക്കുക. എത്രയും പെട്ടെന്ന് ഇവരെ എടുത്ത് ഇവിടുന്ന് മാറ്റണം. ഇല്ലെങ്കിൽ മുതലാളിയുടെ തെറി മൊത്തം ഞങ്ങൾ കേൾക്കേണ്ടി വരും. ശ്വാസം ഉണ്ടോ? അല്ല ചെക്കൗട്ട് ആണോ? അല്ലല്ല, നമ്മൾ ട്രക്കിങ്ങിന് പോയിട്ട് വരാം ചേട്ടാ. ഓക്കെ ശരി, പോയിട്ട് വാ. റൈറ്റ്. എല്ലാം അടിച്ച് ഓഫായി കിടക്കണേ. അതെന്തെങ്കിലും ആവട്ടെ, നീ കേറ്, നമുക്ക് പോവാം. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. സൂക്ഷിച്ചു ഇത് ബാക്കി വെച്ചേ. എടാ എനിക്ക് ഇന്നലത്തെ നല്ല ഹാങ് ഓവർ ഉണ്ട്. ഞാൻ ഇതൊന്ന് അടിച്ചോട്ടെ. രാവിലെ തന്നെ വേണോ? അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ട്. ഈ സാധനം അടിച്ചാല നമുക്ക് സമാധാനമായിട്ട് എവിടെയും പോയി അടിക്കാം. നിങ്ങൾ അടിക്കണ്ട, ഞാൻ അടിച്ചോളാം. സെൽഫിഷ്. Cheers. പോലീസ് പോലീസ് മാറ്റി വെക്കടാ സാധനം, മാറ്റി വെക്കടാ. പണി പാണ് കളിയാ. എങ്ങോട്ടാ സാർ? ഞങ്ങൾ ജസ്റ്റ് ട്രക്കിങ്ങിന് പോവാ സാർ. ഞങ്ങളെല്ലാവരും മെഡിക്കൽ സ്റ്റുഡൻസാ. ഇതൊക്കെ ആയിട്ടാണോ ട്രക്കിംഗ്? ഇതല്ല, ഇത് സാർ എടുത്തു. ആഹാ, നീ ഭയങ്കര ഹോസ്പിറ്റലാണല്ലോ ചെറുക്ക. എന്തോ പന്തികളുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, സാറിനെ കണ്ടിട്ട് പോയാൽ മതി. സാറേ, കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. മദനങ്കൾ അതാരാ? എൻ്റെ നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. സാറേ, രണ്ട് പയ്യന്മാരും പെമ്പിള്ളേരും ഒക്കെ എന്തോ ചുറ്റിക്കളയും. അതിൽ കുപ്പിയൊക്കെ വണ്ടി ഓഫ് ചെയ്യടാ. മദനങ്കൾ അല്ലേ? പേര് വിളിച്ചേ. എന്നെ എങ്ങനെ അറിയാ? ഞാനങ്ങളുടെ ക്ലാസ്മേറ്റ് ശ്യാമളയുടെ മോള. അമേരിക്കയിലുള്ള ശ്യാമള? അതെ. ഞാൻ ശ്യാമളയ്ക്ക് 1-2 മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിരുന്നു. റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അല്ല, അത് അമ്മ ഭയങ്കര തിരക്കില്ല അവിടെ. പിന്നെ ടൈം സോണും വേറെ ആണല്ലോ അവിടെ. ഞാനെന്തായാലും പറയാം അമ്മയോട് അങ്ങളെ പറയണം, മറക്കരുത്. എന്നാ ഞങ്ങള് പോകട്ടെ അങ്ങളെ? സാർ, ബിയറൊക്കെ ഉണ്ട്. ബിയർ എന്താ? നിനക്ക് വേണം ബിയർ? അടിച്ചോ? അല്ല, പൊക്കോ. താങ്ക് യു അങ്ങളെ. പറയണം അമ്മയോട്. ബൈ, ഹാപ്പി ജേർണി. സാർ പോവാ. വണ്ടി മാറ്റിയറാ. ആരേ മദന? അത് അമ്മയുടെ പഴയൊരു ക്ലാസ്മേറ്റാ. ഭൂലോക കോഴിയാ.
കുറെ കാലം അമ്മയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ മമ്മിയുടെ എക്സിനെ വിളിച്ച് പറ, ഞാൻ ബിയർ അടിക്കാണ്, നമ്മളതിനെ പിടിക്കല്ലേ. അയാളെ അവിടെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കാണായിരുന്നു. ഓ എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല. ഇതിന് ചിരിക്കാൻ എന്താ ഇത്ര ഉള്ള? നിന്റെ മമ്മിയുടെ എക്സ് വൈസ് ഇവിടെ നിന്ന് അടിക്കാം. നീ വണ്ടി അങ്ങോട്ട് കൊടുക്കും, നല്ല വൈബായിരിക്കും, സെറ്റാവും. ഓക്കേ. കൊള്ളാൻ സാധനം. എടാ അടിച്ചിട്ടൊന്നും തോന്നില്ലടേ, കയ്യിലെ പൈസ പോയെന്നാ തോന്നുന്നത്. എന്തായാലും സ്ഥലം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എവിടെ ഒന്നടിച്ചാ 5 മാറുന്ന ഫിറ്റ് എവിടെ? എടാ ഞങ്ങളല്ലേ നിന്റെ അടുത്ത് വെക്കണ്ടേ, നീ ഓരോന്നും വാങ്ങിച്ചോണ്ട് വന്നിട്ട്. ഒരു എഫക്റ്റും ഇല്ല. ആൽക്കോ ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. എടേ എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ഡൈക്ലോറോ, ഡൈമീത്താൽ, ടെട്ര, ഒലക്കട മൂട്. എടാ മറ്റേ അണ്ണ നിങ്ങളെ പറ്റിച്ചെന്ന് തോന്നുന്നു, അല്ലാതെ വെറുതെ. എല്ലാം കൂടി എന്നെ എങ്ങനെ അപമാനിക്കാതെ ഞാൻ നല്ല കാര്യം, പെട്ടെന്ന് തിരിച്ചുള്ളടാ. പിന്നെ വേറൊരു കാര്യം പറയാം. ഡേയ് അത് കണ്ട, അത് തൂക്കിയിട്ടേക്കണ, അത് കണ്ട, അത് പുട്ടവിക്കാൻ വെച്ചേക്കണല്ല, അത് പാട്ടിടാനുള്ള സാധനമാണ്. പോയിട് പോ കിഴങ്ങേഷ്, പോയിട് പാട്ടിട്, അപ്പൊ കറക്റ്റ് വൈബാവും നമ്മള്. പോയിട്. ഡേയ് ഇപ്പൊ നോക്കൂ. എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. എടാ എവിടെയോ കടന്നിൽ കൂടെ ഇളകിയടാ. അത് കൊത്തി അനാഫിലിസിസ് ഉറപ്പാ. പിന്നെ ചാവടാ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഓടിക്കോ, ഓട് നിക്കല്ലേ, ഓട്. നീ വയ്യ, നിങ്ങൾ പൊക്കോ പൊക്കോ. അപ്പൊ ഓടിയുണ്ട്, നന്നായി. രക്ഷപ്പെട്ട്. സ്ലിപ്പാവല്ലേ, സൂക്ഷിച്ചു. ഇനി കുറച്ചേരം ഇരുന്നിട്ട് പോവാം. ഡേയ് ചങ്കു, എന്താടാ? നമുക്ക് തിരിച്ചാലോ? ഓടാ. ഓടാ. എടാ അവിടുന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കണ്ടല്ലോ. എന്താ അവിടുന്ന്? വാ വാ, നിങ്ങൾ പോയിട്ട് വാ. വാ ശങ്കു വാ. എനിക്കടാ വാ.
കാടാണ്, ചിലപ്പോ പല സൗണ്ടും കേൾക്കും. മിണ്ടാതെ വാടാ. എടാ അവിടെ ഒരാളുണ്ടല്ലോ, എന്താ? ഒന്ന് സംസാരിച്ചു നോക്കാം. ചേട്ടായി, ചേട്ടായി, ചേട്ടായി. ആരാ? അതെ, പിന്നെ ഞങ്ങളെ കാട് കാണാൻ വന്നതാ. ഡോക്ടർമാരാ. ചേട്ടൻ എവിടുന്നാണോ? അതെ, എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ മക്കളെ. അല്ല അല്ല അല്ല, അയ്യോ ചേട്ടാ, നമ്മൾ ചികിത്സിക്കാനൊന്നും വന്നതല്ല, നമ്മൾ ഈ കാടൊക്കെ ഒന്ന് കാണാൻ വന്നതാണ്. ആ പിന്നെ എന്റെ പേര് ടൈറ്റസ്. ടൈറ്റാ? ടൈറ്റിൽ ലൂസ് ഒന്നുമല്ല ചേട്ടാ, ടൈറ്റസ്. ആ പിന്നെ ചേട്ടന്റെ പേരെന്താണ്? എൻ്റെ പേര് തമ്പയ്യ. ചേട്ടാ, ഏ? ചേട്ടൻ പട്ടാളത്തിലായിരുന്നോ? ഏ? അല്ല, ഈ കുപ്പായം. ഇത് മുമ്പ് ഇവിടെ വന്ന പട്ടാളക്കാർ തന്നതാ. ആഹാ. ചേട്ടാ, ഏ? ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. എടുത്തോ. ഇതാടാ നോക്കിയേ. ചേട്ടാ, ഇതെല്ലാം കൂടി കുറെ ഉണ്ടല്ലോ ചേട്ടാ. ഇതൊക്കെ എന്തിനാണ്? ഇന്ന് അമാവാസിയാ. എൻ്റെ ഭാര്യ തെന്മയ മരിച്ചുപോയ ദിവസം. ഇന്നേക്ക് പൂജ. അവക്ക് വേണ്ടി താൻ ഇതെല്ലാം. ഓ, ചേട്ടാ, ഉം? നമുക്ക് രാത്രി സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, പട്ടാളക്കാർ കെട്ടിയ ഒരു കുടി ഒഴിഞ്ഞു കിടപ്പുണ്ട്. അല്ലാതെ കുറെ ദൂരം ഉണ്ടോ ഇവിടുന്ന്? എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാ. ചേട്ടാ, എന്നാ പിന്നെ ഞങ്ങളും കൂടെ അങ്ങോട്ട് വാ, എടുത്തോ. എന്നാ സഹായിക്കു, വാ സഹായിക്കു. നോക്കി, ഞാൻ വീട്ടിലുള്ള എടുക്കാം. ഏഷ്യാസ് നമ്പർ 1 ഓർക്കിഡ് ഫാം. ലച്ചു, ആ? ഇത് നോക്കിയേ. ഓ, ചേട്ടാ, ഈ ബോഡി കാണുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ മക്കളെ. അല്ല, ഈ പൂക്കളൊക്കെ ഉള്ള. ഈ മലയ്ക്കപ്പുറം ഒരു ചെറിയ മലയുണ്ട്, അവിടെയാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ സിസ്റ്റർ. Mountain full of flowers, like in heaven. ഇവിടെ തന്നെയാന്ന് തോന്നുന്നുണ്ട് സ്പോട്ട്. എന്നാ നമുക്ക് നേരെ വിട്ടാലോ? എടേ വെയിറ്റ്. നമുക്ക് ആദ്യം രാത്രി തങ്ങാനുള്ള ഒരു സ്ഥലം നോക്കാം. അതിനല്ലേ നമ്മൾ ചേട്ടായുടെ കൂടെ വന്നത്. ഓർക്കിഡിനൊക്കെ സമയമുണ്ട് അല്ലേ തമ്പയ്യ? പോവാ, വാ. ഇതാണ് ഞാൻ പറഞ്ഞ പട്ടാളക്കുടി. ഇത് കൊള്ളാല്ലേ? ഡേയ്, നമുക്കേ ഇന്നിവിടെ നിന്നാലോടാ. പോളി സ്ഥലമല്ലേ?
ഇവിടെ ഒരു കൊമ്പനുണ്ട്. അതിന്റെ മുന്നിൽപ്പെട്ട എല്ലാരെയും കൊല്ലും. നിങ്ങൾ പേടിക്കണ്ട, വിറകും മണ്ണെണ്ണയും ഞാൻ തരാം. കത്തിച്ചാ മതി, അവൻ വരില്ല. അത്രേ ഉള്ളൂ അല്ലേ? തമ്പയ്യ, ഇനി ഒത്തിരി ദൂരം ഉണ്ടോ അങ്ങോട്ട് പോവാൻ? എടാ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചിട്ട് വയ്യ. നിങ്ങൾ എൻ്റെ കുടിയിലോട്ട് വാ, തേൻ പിഴിഞ്ഞ വെള്ളം ഞാൻ തരാം. അതൊക്കെ എടുത്തോ. തേനും കള്ളും കൂടെ കൂട്ടി അടിക്കാം. വാടാ. തേൻ മാത്രമല്ല, കള്ളും തരാം. നല്ല ഞാവലിട്ട് വാറ്റിയ 1-ാം തരം വാറ്റുകാരായ. പൊളിക്കാം.